സ്വാഗതം വീണ്ടും നിങ്ങളുടെ മുന്നിൽ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഡിഷാണ്, പക്ഷേങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. മന്തിയാണ്. കുഴി കുത്തിയിട്ടുള്ള മന്തിയല്ല, എന്നാൽ പോലും അതേ ടേസ്റ്റ് കിട്ടുന്ന ഞാനൊരു മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. ഇതെങ്ങനെ ഉണ്ടാക്കി ശ്രദ്ധിക്കുക. വളരെ സിമ്പിളാണ്. ഈ മന്തി ഉണ്ടാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു സംഭവം എന്നല്ല, എന്നാൽ പോലും പറയാം എല്ലാവരും ഒരു കുക്കിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ മന്തി ഉണ്ടാക്കൽ. പക്ഷേ കുറച്ചൊരു ഐഡിയ മാത്രം ഉണ്ടാകാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ മൂവിയിലേക്ക് വരിക. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് നോക്കുക. മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളൊരു ബോൾ എടുത്ത് വെച്ച് അതിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഇടുന്ന ഐറ്റംസ് ഉപ്പാണ്. അതിൽ ഫസ്റ്റ് രണ്ടോ മൂന്നോ ടേബിൾ, നിങ്ങളെ ചിക്കൻ്റെ അളവ് അനുസരിച്ചിട്ട് എത്രയെന്ന് ചോദിച്ചാൽ ഉപ്പ് ചേർക്കുക. പിന്നെ മുളക് പൊടി ചേർക്കുക. പിന്നെ മഞ്ഞൾ പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുക. മഞ്ഞൾ പൊടി ചേർത്തതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്തതാണ്, അതും കൂടി ഇതിൽ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളടുത്ത് വിനീഗർ ഇല്ലെങ്കിൽ ലെമണോ ഉപയോഗിക്കുക. വിനീഗർ ഉണ്ടെങ്കിൽ കുറച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങളടുത്ത് വിനീഗർ ഉണ്ടെങ്കിൽ ഇതിൽ വിനീഗർ ആഡ് ചെയ്യുക. അതല്ല വിനീഗർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ലെമണിൻ്റെ നീര് ഇതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ മെയിൻ ആളെത്തിയിട്ടുണ്ട് ചിക്കന്. അപ്പോൾ അത് നല്ലവണ്ണം എല്ലാ സൈഡും കുത്തുക. കാലിൻ്റെ സൈഡിലും അടിയിലും മേലും എല്ലാം കുത്തിയിട്ട് നല്ലോണം മസാല കയറ്റി വെക്കുക. നല്ല രീതിയിൽ മസാല കയറ്റി വെക്കുക. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിത്ത് സ്കിൻ ചിക്കനാണ് എടുത്തത്. മന്തിക്ക് നിങ്ങളും വിത്ത് സ്കിൻ ചിക്കൻ തന്നെ എടുക്കുക. അപ്പോൾ ഞങ്ങൾ മസാല പരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂറത്തേക്ക് ചില്ലറിൽ വെക്കുക. പിന്നെ അടുത്ത ഐറ്റംസാണ് നമ്മുടെ ക്യാപ്സിക്കം, ഓണിയൻ, ടൊമാറ്റോ. അപ്പോൾ ഇത് മൂന്നാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ. അപ്പോൾ ഞങ്ങളിത് പുറത്തുനിന്നാണ് ഉണ്ടാക്കുന്നത്, അതായത് വീട്ടിൻ്റെ പുറത്തുനിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കല്ലും ചെമ്പും വിറകും എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിറക് ഞാൻ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്പ് അതിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ അതിനാവശ്യമായ ഓയിൽ, അതിൻ്റെ എത്ര ആവശ്യം എന്നുള്ളത്, എത്ര കിലോ അരിയാണ് എടുക്കുന്നത് അതിനാവശ്യമായ ഓയിൽ ഇടുക. അപ്പോൾ അതിനുശേഷം ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാത്രമാണ് അടുത്ത ക്യാപ്സിക്കം, ടൊമാറ്റോ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ജീരകം ചേർക്കുക. അപ്പോൾ അത് വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് മന്തിയിലേക്കുള്ള കുറച്ച് മസാലകൾ ഇടണം. അപ്പോൾ ഗരം മസാല ഇടുക, പിന്നെ കുരുമുളക്, ഏലക്ക, പട്ട, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതിലിടുക, ആഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് മന്തി മസാലയാണ്. മന്തി മസാല നിങ്ങൾക്ക് ഇപ്പോൾ കടകളിലും കിട്ടാനുണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ മസാലയാണ്. അപ്പോൾ മന്തി മസാല ആഡ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 3 കിലോ റൈസാണ്. 3 കിലോ റൈസിൻ്റെ സംഭവമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര റൈസ് എന്നുള്ളത് അതിനനുസരിച്ചിട്ട് വെള്ളം മാത്രം ഇതിൽ വയ്ക്കുക. അപ്പോൾ ഞാൻ 3 കിലോ ആയതുകൊണ്ട് 3 കിലോ കണക്കായ വെള്ളം ഇതിടുന്നുണ്ട്. അപ്പോൾ എത്ര റൈസ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഈ വെള്ളമെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറി ലീഫ് ഇതിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം എല്ലാം ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇത് അടിച്ചു വെക്കുക. വെള്ളം ഒന്ന് ചൂടാകുന്നത് വരെ ഒന്ന് മൂടിയിടുക. വെള്ളം ചൂടായതിന് ശേഷം ഞങ്ങൾക്ക് ഇതിലേക്ക് അരി, അതായത് ബാസ്മതി റൈസാണ്. ബാസ്മതി റൈസിന് വെള്ളം കുറവേ വേണ്ടു. അരി ആഡ് ചെയ്യുക. ഒന്ന് നല്ലോണം ഇളക്കിയെടുക്കുക. അതിനുശേഷം വെള്ളം വറ്റിയതിന് ശേഷം ഒരു റൈസ് ഫിൽറ്ററിൽ നമ്മൾ 4 ചിക്കന് അതിലേക്ക് ഇട്ട് വെക്കുക. പിന്നെ ആ ഇടുന്ന സമയത്ത് ഞങ്ങൾ ചെമ്പിൻ്റെ വട്ടം കംപ്ലീറ്റ് മൈദ ഇട്ട് നല്ല ഒട്ടിച്ച് വെക്കുക. മൈദ ഇട്ട് നല്ല ഒട്ടിച്ച്, അതായത് അത് പിന്നെ നല്ല ദമ്മ് കിട്ടേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ മൂടി അടുപ്പ് അടിച്ചു വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീ ശരിക്കും ഓഫ് ചെയ്യണം. കണലിൽ മാത്രമായിരിക്കണം ഞങ്ങൾ ഇത് ചൂടാക്കി എടുക്കേണ്ടത്. അപ്പോൾ ചെമ്പിൻ്റെ താഴലും കണലിടുക, മേലേലും കണലിടുക. നല്ല രീതിയിൽ ഒരു 2-2.5 മണിക്കൂർ ഈ കണലിൽ മാത്രം ഇത് ചിക്കൻ അടക്കം വേണ്ടിക്കണം. 2-2.5 മണിക്കൂർ കണലിൽ മാത്രം ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും വെള്ളം പറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ആ ഫിൽറ്ററിൽ എടുത്ത് വെച്ചത് അത് മാറ്റിയിട്ട് റൈസിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത് വെക്കണം. അപ്പോൾ ആണ് ഏകദേശം ശരിയായ രീതിയിൽ ചിക്കൻ നല്ല ബോയിലായിട്ട് നമുക്ക് കിട്ടും, നല്ല വേവായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ മന്തി റെഡിയാണ്. അപ്പോൾ ഞാനിതൊരു ബോളിലേക്ക് മാറ്റിയാണ്. അപ്പോൾ മന്തി എല്ലാം നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട്. ചിക്കനിൽ നല്ല രീതിയിൽ വേവുണ്ട്, നല്ല രീതിയിൽ എല്ലാ സൈഡും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഞങ്ങൾ മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ഉഗ്രൻ ടേസ്റ്റാണ്, നല്ല മണമുണ്ട്. അപ്പോൾ ചിക്കനിൽ അതിൽ നിന്ന് റൈസ് തന്നെ റെഡിയായി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ തന്നെ മന്തി നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഹോട്ടലിൽ അതേ സ്റ്റൈൽ മന്തി വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഇത് ടൊമാറ്റോ പേസ്റ്റാണ്, ഇത് ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ഇത് മന്തിയിൽ ആഡ് ചെയ്ത് കഴിക്കേണ്ട ഐറ്റംസാണ്. ഇത് രണ്ടും മന്തിയിൽ ആഡ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഗാർലിക് പേസ്റ്റും ടൊമാറ്റോ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.